തിരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കമാണ്. നിങ്ങൾ കണ്ടല്ലോ, പതിവിൽ നിന്നുള്ള വ്യത്യസ്തമായി ഉപതെരഞ്ഞെടുപ്പുകളെ എങ്ങനെയാണ് UDF നേരിട്ടത്, ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് UDF നേരിട്ടത്, കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് UDF നേരിട്ടത്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അല്ലേ ആദ്യത്തെ ചുവടായിരുന്നു UDF. എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്ന് മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശ്രീ K മുരളീധരൻ്റെ നേതൃത്വത്തിൽ സീറ്റ് പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് തുടങ്ങിയത് അല്ലേ. ആദ്യം കൊല്ലത്ത് അടുത്തത് പ്രഖ്യാപിച്ചു. UDF ആയിരുന്ന എല്ലാ കാലത്തും എല്ലാ രംഗത്തും മുൻപന്തിയിൽ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, ഇപ്പം അങ്ങനെയാണ്. പണ്ട് അവസാനം ഞങ്ങളുടെ ഒരു രീതി അതായിരുന്നു, ആ രീതിയൊക്കെ മാറി. അല്ല അതുകൊണ്ട് എന്നിട്ട് ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് പലപ്പോഴും. അത് ഞാൻ തെറ്റായിരുന്നെന്നല്ല, അതെങ്ങനെ ഞങ്ങളൊരു പതിയെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളിലും മുന്നൊരുക്കത്തിൻ്റെ കാര്യത്തിൽ എല്ലായിടത്തും ഞങ്ങൾ മറ്റു മുന്നണികളെ കവച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഇപ്രാവശ്യവും ചെയ്യും. ഇതിപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊന്നും ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നപ്പോൾ ഇതൊന്ന് ഫ്രീസ് ചെയ്തിട്ട് നേരെ വാർഡുകളിലേക്ക് മടങ്ങിപ്പോയതാണ്. വീണ്ടും ഞങ്ങൾ ബൂത്തുകളിലേക്ക് മടങ്ങി വന്ന് നേരത്തെ എല്ലാ ബൂത്തുകളും രൂപീകരിച്ചിട്ടുണ്ട്. അത് കണ്ടിന്യൂ ആണ്.